പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി ഈ സമയം നമ്മൾ ഒരുങ്ങുകയാണ്. കർത്താവ് ഈ ഭൂമിയിലേക്ക് കാലിത്തൊഴുത്തിൽ വന്നു പറന്നു. കാൽവരിയിൽ അവൻ സ്വയം യാഗമായി കഠിനമായ പീഡാ അനുഭവങ്ങളിലൂടെ അവൻ കടന്നുപോയി. എന്തിനു വേണ്ടിയാണ് കാലിത്തൊഴുത്തിൽ വന്ന് പറന്ന് കാൽവരിയിൽ അവൻ ക്രൂശിതനായന്? ഒറ്റ കാരണമേ ഉള്ളൂ, ദിവ്യകാരുണ്യമായി നമ്മുടെ ഉള്ളിൽ വസിക്കാൻ, നമ്മുടെ കൂടെ വസിക്കുവാൻ. ജീവിക്കുന്ന ദൈവമാണ് ഈ അൾത്താരയിലേക്ക് കടന്നു വരുന്നത്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നമുക്ക് അവൻ്റെ സാന്നിധ്യത്തെ വിശ്വാസത്തിൻ്റെ ഉൾക്കണ്ണ് തുറന്നൊന്ന് കാണാം. ലൂക്കാ 6:19 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ? ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു വന്ന് സൗഖ്യം ആവശ്യമായ എല്ലാവരെയും സുഖപ്പെടുത്തി. ഈ ജനം മുഴുവൻ അവൻ്റെ കൂടെ നടന്ന് അവനൊന്ന് തൊടാന് ഒരവസരത്തിന് വേണ്ടി കാത്തതിനൊരു കാരണമുണ്ട്. അവർ തിരിച്ചറിഞ്ഞു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു വന്ന് സൗഖ്യം ആവശ്യമായ എല്ലാവരെയും സുഖപ്പെടുത്തി. ആ കർത്താവ് ഇതാ ദിവ്യകാരുണ്യമായി ഈ ആൾത്താരിലേക്ക് കടന്നു വരുന്നു. നമുക്ക് ആദരപൂർവ്വം ഒന്ന് മുട്ടിന്മേൽ നിൽക്കാം. മുട്ടിന്മേൽ നിന്ന് കണ്ണുകളടച്ച് കരങ്ങളൊക്കെ ഒന്ന് കൂപ്പി രാജാതിരാജനെ ഉചിതമാവണ്ണം സ്വീകരിക്കാം. മഹത്വത്തിൻ്റെ രാജാവിനെ നമുക്കൊന്ന് ചേർന്ന് പാടി ആരാധിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ എഴുന്നള്ളിപ്പ് ഇതാ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന മഹത്വത്തിൻ്റെ രാജാവിനെ സ്വീകരിച്ച് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവ് പാടുന്നു ദൈവം പരിശുദ്ധൻ. എന്റെ ദൈവത്തെ ഞാൻ ദിവ്യകാരുണ്യം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, എന്റെ ദൈവം പരമപരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. രണ്ട് കരങ്ങളും അവന്റെ സന്നിധിയിലേക്കൊന്ന് ഉയർത്താം. ഇതാ കർത്താവേ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സ്വതന്ത്രമായ മനസ്സോടെ ഇതാ തിരുമുമ്പിൽ എൻ്റെ ജീവിതം ഞാനിപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങനെ ഏറ്റെടുക്കണമേ, അങ്ങയുടെ സ്വന്തമാക്കി എന്നെ മാറ്റണമേ. അതരം തുറന്ന് ദിവ്യകാരുണ്യത്തെ നോക്കി ഈശോയേ എന്നൊന്ന് വിളിച്ച് ആരാധിക്കാമോ? എല്ലാവരും ചേർന്നൊന്ന് വിളിച്ചേ, യേശുവേ എന്നൊന്ന് വിളിച്ചേ, ഹൃദയം നുറങ്ങിയവനെന്ന് വിളിച്ചേ, യേശുവേ. ആരാധന 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 ആരാധന. യേശുവേ, എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ, എന്റെ കുടുംബത്തിലേക്ക് അങ്ങ് വരണമേ, എന്റെ സങ്കടങ്ങളിലേക്ക് അങ്ങ് വരണമേ, എന്റെ പരാജയങ്ങളിലേക്ക് വരണമേ, രോഗപീഠകളിലേക്ക് വരണമേ, തകർച്ചകളിലേക്ക് വരണമേ. യേശുവേ യേശുവേ പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ. സകല നാം പാടുന്നു
പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സകല വിശുദ്ധരോട് ചേർന്ന് ദൈവം പരിശുദ്ധൻ സകല രക്തരാശികളോടും ചേർന്ന് ദൈവം പരിശുദ്ധൻ നവൃന്ദം മാലാഹമാരോട് ചേർന്ന് ദൈവം പരിശുദ്ധൻ തിരുസഭയോട് ചേർന്ന് ദൈവം പരിശുദ്ധൻ പിതാക്കന്മാരോട് ചേർന്ന് ദൈവം പരിശുദ്ധൻ നമ്മുടെ ദേശത്തോട് ചേർന്ന് ദൈവം പരിശുദ്ധൻ നമ്മുടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് ദൈവം നീ ആലയത്തിരിക്കുന്ന ഓരോ മകനോടും മകളോടും ചേർന്ന് പാടിക്കേ. ദൈവം പരിശുദ്ധൻ ലോകമെമ്പാടുമുള്ള ഓരോ മകനോടും മകളോടും ചേർന്ന് ദൈവം പരിശുദ്ധൻ രോഗാവസ്ഥയിലായിരിക്കുന്ന ഓരോ മകനോടും മകളോടും ചേർന്ന് ദൈവം പരിശുദ്ധൻ ശാരീരികവും മാനസികവും ആത്മീയമായ സംഘർഷങ്ങളിലൂടെ കടന്നു വന്ന ഓരോ മകനോടും മകളോടും ചേർന്ന് പരിശുദ്ധൻ സർവശക്തിയോടെ പാടട്ടെ. ദൈവം പരിശുദ്ധൻ ഹൃദയം തുറന്ന് ദൈവം പരിശുദ്ധൻ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ പാടിക്കേ. ദൈവം പരിശുദ്ധൻ സർവശക്തിയോടെ ദൈവം പരിശുദ്ധൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവോട് ചേർന്ന് തിരുക്കുടുംബത്തോട് ചേർന്ന് അതരം ചലിക്കട്ടെ, ഹൃദയം ഉണരട്ടെ, ആത്മാവ് ഉണരട്ടെ. എല്ലാ അവസ്ഥകളോടും ചേർന്ന് ആത്മാവിനും സത്യത്തിനും ആരാധന ഈശോ. ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. Not me but God. ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. സർവ്വ സൈന്യാധിപനായ ഈശോയ്ക്ക് മഹത്വം കൊടുക്കട്ടെ. രാജാതിരാജനായ ഈശോയ്ക്ക് മഹത്വം കൊടുക്കട്ടെ. ത്രിയേക ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം. എന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും. പ്രിയപ്പെട്ട മകനെ മകളെ, ഒരു നിമിഷം നിന്റെ ശിരസ് തമ്പുരാന്റെ സന്നിധിയിലൊന്ന് കുനിഞ്ഞേ. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവർ പരസ്പരം ഉഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. രാപകൽ ഇടവിടാതെ അവൾ ഘോഷിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. 24 ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിന് മുമ്പിൽ വേണം ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു, ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ട മകനെ മകളെ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ തമ്പുരാന്റെ സന്നിധിയിലൊന്ന് മുട്ടുകുത്തിക്കേ. അവിടത്തേക്കൊന്ന് മഹത്വം കൊടുത്തേ. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, സിംഹാസനസ്ഥനും കുഞ്ഞാടിന് എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. 4 ജീവികളും ആമേൻ എന്ന് പ്രതിവച്ചു. ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. ഇതാ ആയിരുന്നവൻ ആയിരിക്കുന്നവൻ വരാനിരിക്കുന്നവൻ സർവശക്തനായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ. ഓ പരിശുദ്ധ പരമദിവികാരുണ്യമേ, ആരാധന ആരാധന. ശിരസ് നമിച്ച് അവിടത്തേക്കൊന്ന് ആരാധന കൊടുത്തേ. ആയിരുന്നോനും
ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും ശിരസ്സൊരിക്കൽ കൂടി നമിച്ച് ആയിരുന്നോനും ആയിരിക്കുന്നോനും പിതാവായ ദൈവമേ, വരുവാനിരിപ്പോനും നിന്റെ ഹൃദയവും സർവശക്തനും മനസ്സും ആത്മാവും സർവസ്വം ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് പാടിക്കേ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സംഗീതത്തിന് 8:1 വചനം പറയുകയാണ്, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം, അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രകീർത്തിക്കപ്പെടുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലെ വിളംബരം ചെയ്യുന്നു. കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇതാ മഹത്വത്തിന്റെ രാജാവ്, സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ മധ്യേ. ആ മഹത്വത്തിന്റെ രാജാവിനെ ആടിയും പാടിയും ഇതാ ഈ നിമിഷം അവിടുത്തെ സ്തുതിക്കട്ടെ. സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, മഹത്വവും ശക്തിയും അവിടുത്തെ പ്രഘോഷിക്കുവിൻ. കർത്താവിന്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. ഇതാ ഈ നിമിഷം കരങ്ങളടിച്ച് താളത്തിൽ ആടിയും പാടിയും കർത്താവിന്റെ സന്നിധിയിൽ ദാവീദിനെ പോലെ ഈ നിമിഷം മലഹമാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് നമുക്ക് ഈ നിമിഷം പാട്ടുപാടി സ്തുതിക്കാം ശക്തിയോടെ. എന്റെ പാറയാകുമേശുനാഥാ, എന്റെ കാക്കും ദൈവം നീ. സന്തോഷത്തോടെ പാറയാകുമേശുനാഥാ, എന്റെ കാക്കും ദൈവം നീയേ. കരഘോഷത്തോടെ മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, പിതാവേ, എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. അവിടുത്തെ അകത്തുകൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. ദാ ഈ നിമിഷം സന്തോഷത്തോടെ ആടിയും പാടിയും അവിടുത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്റെ ബലഹീന നേരങ്ങളിൽ എന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. Glory, glory. ബലഹീന നേരങ്ങളിൽ മഹത്വം. ഈശോ. നിന്റെ കൃപ എന്നെ തന്നല്ലോ നീ. Hallelujah. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥാ, നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. കരഘോഷത്തോടെ പാടട്ടെ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, സർവശക്തിയോടെ ആരാധന അങ്ങയ്ക്ക്, ആത്മാവിലും സത്യത്തിലും ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, കരങ്ങളുയർത്തിയടിച്ച് ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഞാൻ അവിടുത്തെ നാമം എന്റെ സഹോദരോട് പ്രഘോഷിക്കും. സഭാ മധ്യത്തിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ. ഇതാ ഈ നിമിഷം സ്വർഗ്ഗം ഇന്നോളം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് മഹത്വപ്പെടുത്തി രാജാതി രാജനായ ഈശോയെ ആടിയും പാടിയും നമുക്ക് സ്തുതിച്ച് പ്രകടിപ്പിക്കാം. നിന്റെ ചിറകുകളിൽ നിഴലിൽ
ആയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടെ പാടിക്കേ. നിഴലിൽ കരങ്ങൾ ഉയർത്തി എന്നും ആനന്ദം പകരുന്നു അതിരം ചലിക്കട്ടെ, ഹൃദയം ഉണരട്ടെ, മനസ്സുണരട്ടെ, ചിറകുകളിൽ നിഴലിൽ ആത്മാവ് ജ്വലിക്കട്ടെ. എന്നും ആനന്ദം പകരുന്നു നീ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്നു. ചിറകുകളിൻ നിഴലിൽ ഭവനങ്ങളിലെ കുടുംബങ്ങളിലെ ഓരോ വ്യക്തികളുടെ മേൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്നു. സ്തുതിക്കട്ടെ. ഓ വിശ്വസ്തനും നീ എന്നും തുണയായൊരു സ്തുതിക്ക് യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായൊരു സ്തുതിക്ക് യോഗ്യനും നീ. ആരാധന അങ്ങയ്ക്ക്, ഒരേ മനസ്സോടെ, ഒരേ ആത്മാവോടെ, ഒരേ ഹൃദയത്തോടെ, ആരാധന അങ്ങയ്ക്ക്, ശക്തിയോടെ കരങ്ങളടിച്ച് ആരാധന അങ്ങയ്ക്ക്, കുടുംബങ്ങളോട് ചേർന്ന് പാടിക്കേ. ആരാധന നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി എന്ന് സ്തുതിച്ചേ. അങ്ങയ്ക്ക്, ഇടവകയോട് ചേർന്ന്, ആരാധന വൈദികണത്തോട് ചേർന്ന്, സഭാ മക്കളോട് ചേർന്ന്, സമാധാനയോട് ചേർന്ന് സ്തുതിക്കട്ടെ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ആരാധന അങ്ങയ്ക്ക്, കരങ്ങളെ ഉയർത്തിയടിച്ച് ആരാധന അങ്ങേക്ക് ആത്മാവിൽ ലയിച്ച് ആരാധന അങ്ങേക്ക് ഈശോയെ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങേക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന മഹത്വം ഈശോ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഭാഷാവരം ലഭിച്ചൊരു ഭാഷാവരം സ്തുതിക്കട്ടെ. ഹൃദയം തുറന്ന് പാടിക്കേ. ഈശോ. കർത്താവിന്റെ മഹത്വം നിറയുന്നു മനസ്സിലേക്ക്, ശരീരത്തിലേക്ക്, ആത്മാവിലേക്ക്, നീ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക്, നീ ആയിരിക്കുന്ന ഓരോ മേഖലയിലേക്ക്, ശാരീരികവും മാനസികവും അന്യ സാമ്പത്തികമേലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്നു. ഇഷാറാത്ത് മഹാലാത്ത് ഇഷാറാഹലാത്ത് മഹാലാത്ത് ഇഷാറാഹലാത്ത് ഇഷാറാത്ത് 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 മഹാലാത്ത് ഇഷാറാത്ത് ഇഷാറാത്ത് മഹാലാത്ത്. നന്ദി നന്ദി ഈശോ. ആരാധന സന്തോഷത്തോടെ ഈശോ ഈശോ പരിശുദ്ധ പരമാദിവ്യ അന്വേഷിക്കുകയും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ അന്വേഷിക്കുകയും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ അന്വേഷിക്കുകയും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രക്ഷയുടെ അടയാളം കുരിശിൽ വരച്ചുകൊണ്ട് നമുക്ക് സ്വസ്ഥാനങ്ങളിരിക്കാൻ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 27:5. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. യോഹന്നാന്റെ സുവിശേഷം 16:20. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. വെളിപാട് 21:4. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറിവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ജെറമിയ 31:9. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഖമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. സങ്കീർത്തനം 50:15 വചനം പറയുകയാണ്, അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. മകനെ മകളെ, കരച്ചിൽ നിർത്ത്, കണ്ണീർ തുടയ്ക്ക്. നിന്റെ യാതനകൾക്ക് അവിടുന്ന് പ്രതിഫലം നൽകും. നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. റോമാക്കാർക്ക് ലേഖനം 15:13 പൗലോസ്ലിയ പറയുന്നുണ്ട്, പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്തിൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങൾ നിറയ്ക്കട്ടെ.
അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇതേ നിമിഷം സമാധാനത്തിൻ്റെ ദൈവം, പ്രത്യാശയുടെ ദൈവം അപ്പമായി നമ്മുടെ മധ്യേ ഒന്ന് അവനോടൊന്ന് പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ നീ ഒന്ന് ഇടപെടുക. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധമ്മ ഇടപെട്ടപ്പോൾ നീ ആ കുടുംബത്തിൽ നിന്ന് ഇടപെട്ടില്ലേ? ദാ എൻ്റെ എല്ലാം, എൻ്റെ സർവസ്വവും, എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ്, എൻ്റെ രോഗാവസ്ഥ, എൻ്റെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കന്മാർ, എൻ്റെ ദേശം, എൻ്റെ നാട്, എൻ്റെ ജോലി, എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള മേഖലകൾ, ഇത് ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, ഇതാ പ്രത്യേകിച്ച് ഈ ഷാലോം TV-യിൽ ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുമ്പോൾ ലോകമെമ്പാടും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും, പ്രത്യേകിച്ച് ഈ ഷാലോം മാധ്യമ വിഭാഗത്തെ, ഈ ശുശ്രൂഷ മേഖലയെ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒരു കൂടി ചേർത്ത് വെക്കുകയാണ്. കർത്താവിൻ്റെ സമാധാനം, പ്രത്യാശ ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ്. 2 കരം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ഈശോയെ നോക്കാം. ഈശോയെ, ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടുക, ആഴത്തിൽ ഇടപെടുക. എൻ്റെ ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ തലങ്ങളിലേക്കൊക്കെ നീ ഇറങ്ങി വാ. എൻ്റെ ഹൃദയത്തെ ഒന്ന് പരിശോധിച്ചറിയുക. ഈശോയെ, എൻ്റെ വിശ്വാസം, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ബോധ്യങ്ങൾ എല്ലാം നിനക്കറിയാമല്ലോ. ഇതാ ഞാൻ എൻ്റെ ഹൃദയ നൊമ്പരങ്ങൾ, എൻ്റെ ഹൃദയവ്യഥകൾ, എൻ്റെ അവസ്ഥകൾ ഇതാ ഞാൻ ഈ നിമിഷം സമർപ്പിക്കുകയാണ്. ഇതാ ഞങ്ങൾ ഒന്ന് ചേർന്ന് ഹൃദയവും മനസ്സും ആത്മാവെല്ലാം തിരുക്കുടുംബത്തിന് പ്രതിഷ്ഠിക്കുകയാണ്. ചാവർപിതാവ് പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളെ തന്നെ തിരുക്കുടുംബത്തിന് പ്രതിഷ്ഠിക്കുവാൻ. ഈശോയെ, അവിടുത്തെ ആരാധ്യമായ തിരുത്തിലേക്ക്, അവിടുത്തെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ നിർമ്മലഹൃദയം വഴി, അവിടുത്തെ വളർത്തുപിതാവായ വിശ്വസപിതാവിൻ്റെ നിർമ്മലഹൃദയം വഴി അവിടുത്തെ ആരാധ്യമായ തിരുത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. അവിടുത്തെ തിരുഹൃദയം ഒഴുകുന്ന തിരുരക്തം, തിരുജലം ഞങ്ങളെല്ലാവരെയും കഴുകട്ടെ, ഞങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കട്ടെ. ഒരു പുതിയൊരു ഹൃദയം, ഒരു പുതിയൊരു അനുഭവം എനിക്ക് നൽകണമേ. നിന്നിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണല്ലോ. തമ്പുരാനെ ഒന്നിറങ്ങി വാ. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വരികയാണ്, നിന്നെ സ്പർശിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ആഴത്തിൽ ഇടപെടുന്ന ഒരു സമയമാണ്. നീ ഈശോയെ നോക്കി ഒന്ന് അവിടുത്തെ ക്ഷണിച്ച്, ഈശോ എന്നിറങ്ങി വാ, എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടുക. ഈശോയെ, ഈശോയെ, അപ്പാ, ആഴത്തിലെന്നോടും ഇടപെടണേ. ഈശോയെ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി. വലതുകരം ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് ആഴത്തിലെന്നോടും ഇടപെടണേ. തീവ്രമായി ആഗ്രഹിച്ചെന്ന് പാടിക്കേ. ആത്മാവിലെന്നോടും എന്റെ ഹൃദയത്തിന്റെ എല്ലാ നെടുവീർപ്പുകളും സമർപ്പിച്ചെന്ന് പാടിക്കേ. ഈശോയെ, ആഴത്തിലെന്നോടും ഇടപെടണേ. എന്റെ എല്ലാ അവസ്ഥകളും ഇറക്കി വെച്ചെന്ന് പാടിക്കേ. മകനെ, ആത്മാവിലെന്നോടും നിന്റെ ഹൃദയ നൊമ്പരങ്ങളെല്ലാം ചേർത്ത് വെച്ചെന്ന് പാടും മകളെ. ഈശോയെ, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. മന്നീർത്തോടിനായി കാക്ഷിക്കുമ്പോൾ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആത്മാവിനായി ദാഹിക്കുന്നേ. മന്നീർത്തോടിനായി കാക്ഷിക്കുമ്പോൾ ഈശോയെ, ആത്മാവിനായി ദാഹിക്കുന്നേ. ആ ജീവനീരെനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റേതാ ജീവജലത്തിന്റെ ജീവനീരനിലേക്ക് ഒഴുക്കണമേ. ഈശോ, യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമാ, ഈശോയുടെ നേരെ വലത്
കരം ചേർത്ത് പിടിച്ച് ആരിലും ശക്തമാ, ഈശോയെ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ, ഈശോയെ. ആത്മാവിലെ ദാ ഈശോ ഒരു മകന്റെയും മകളുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ ഇടപെടുന്നു. ഈശോ ആഴത്തിലെന്നോടും ഇടപെടണേ, ഹൃദയം, മനസ്സ്, ആത്മാവ് ഈശോയുടെ തിരുഹൃദയം തൊഴിൽ തിരുരക്തം തിരുജലം നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു. നിന്റെ കുടുംബത്തിലേക്ക്, ജീവിത അവസ്ഥകളിലേക്ക്, നീ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വരുന്നു. ഇന്നും ജീവിക്കുന്ന ഈശോ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. മകനെ ആഗ്രഹിച്ച് പാടിക്കേ. രണ്ടു കരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആഗ്രഹിച്ചൊന്ന് പാടിക്കേ. ഈശോയെ, ആഴത്തിലെന്നോടും ഇടപെടണേ, ഈശോയെ, ആത്മാവിലെന്നോടും ഇടപെടണേ. രണ്ട് കരങ്ങളും ശിരസിലേക്ക് വെക്കാം. ഇതാ അവൾ തന്റെ തിരുത്തം കൊണ്ട് ഓരോ മകനെയും മകളെയും കഴുകുകയാണ്. കഴുകണമേ ഈശോയെ, എന്നെ കഴുകണമേ. തിരുത്തം കൊണ്ട് എന്നെ കഴുകണമേ ഈശോയെ. ഇതാ ഈ നിമിഷം നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. നിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ശുദ്ധീകരണ കർമ്മത്തിന് ഉപയോഗിച്ചിരുന്ന ആ കൽപ്പരണിയിൽ വക്കോളം നിറച്ചു വെച്ചില്ലേ ആ കുടുംബം, വെള്ളം മുഴുവൻ. ഇതുപോലെ നിന്റെ ജീവിതാവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നീ വക്കോളം നിറച്ചു വെക്കല്ല. നീ കൊടുക്ക ഈശോയ്ക്ക്. ഈശോ നിന്നെ കഴുകുകയാണ്, നിന്നെ വെടിപ്പാക്കുകയാണ്. നിന്റെ ഹൃദയം ഒരു പുതു ഹൃദയമാക്കി മാറ്റുകയാണ്. നിന്നിലെ ശിലാഹൃദയം എടുത്തു മാറ്റി മാമസലമായ ഹൃദയം കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരുന്ന സമയം കൂടിയാണ്. ഒരു പുതു ചൈതന്യം കൊണ്ട് നിന്നെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. ഇതാ കർത്താവേ, എന്നെ കഴുകണമേ. ഈശോയേ, എന്നെ കഴുകണമേ, ഈശോ തിരുരക്തത്താ എന്നെ ശിരസ് മുതൽ കഴുകണമേ, പാദം വരെ കർത്താവേ, ഈശോയേ, എന്നെ കഴുകണമേ, എന്റെ ശരീരത്തിലെ ഓരോ അവയവത്തെയും കഴുകണമേ ഈശോ. തിരുരക്തത്താ എന്നെ എന്റെ മനസ്സിന്റെ എല്ലാ തലങ്ങളെയും കഴുകണമേ ഈശോയെ. ഈശോയേ, എന്നെ എന്റെ കഴുകണമേ, ഹൃദയത്തിലെ വഞ്ചന നിറഞ്ഞ, ആസക്തികൾ നിറഞ്ഞ എല്ലാ അവസ്ഥകളെയും കർത്താവേ കഴുകണമേ, മകന് നിന്റെ ഭാരം, ദുഃഖം, എന്നെ അസ്വസ്ഥത കഴുകണമേ, ഈശോ കഴുകുന്നു. തിരുരക്തത്താ എന്നെ കഴുകണമേ, ഈശോയേ, അപ്പാ, എന്നെ കഴുകണമേ, തിരുരക്തത്താ എന്റെ കുടുംബത്തെ, എന്റെ ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കന്മാരെ, ലോകാവസ്ഥയിലായിരുന്ന ഓരോ മകനെ, മകളെ, ഈശോയേ, ഞങ്ങളുടെ നാടിനെ, ദേശത്തെ എന്നെ ഇടവകയെ, കഴുകണമേ, ഈശോ. തിരുരക്തത്താ എന്നെ കഴുകണമേ, ഈശോ താരിൽ ഇറങ്ങി വരുന്നു. ഈശോയേ, എന്നെ കഴുകണമേ, തിരുരക്തത്താ എന്നെ കഴുകണമേ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ ഈശോ തന്റെ ആത്മാവിനെ നിറയ്ക്കുകയാണ്, പുതു ചൈതന്യം കൊണ്ട് നിറയ്ക്കുകയാണ്. ഇതാ കഴുകി വെടിപ്പാക്കി ആത്മാവിനെ സ്വീകരിക്കുവാൻ തക്കവിധം ഹൃദയവും മനസ്സും ആത്മാവിത കർത്താവ് ഒരുക്കുന്നു. ഈശോയെ, എന്നെ കഴുകണമേ, ഈശോ, തിരുരക്തത്താ ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തിന്റെ മേൽ ആവസിക്കും. ഈശോന്റെ പ്രകാശം അഗ്നിയായും അവിടുത്തെ പരിശുദ്ധ ജ്വാലയായി മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദയിപ്പിച്ചു കളയും. ഇതാ ക്രിസ്തുവിന് നിന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും കത്തിച്ച് ചാമ്പലാക്കുന്ന സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങി വന്ന് വിശുദ്ധീകരിക്കുന്ന സമയമാണ്. അഗ്നി ഇറക്കി വിശുദ്ധീകരിക്കുന്ന, അനുഗ്രഹിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം. ഏലിയ പ്രാർത്ഥിച്ചില്ലേ, ഞാൻ അങ്ങയുടെ ദാസനാണ്, നീ ജനം അറിയേണ്ടതിന്. അബ്രാഹത്തിന്റെ ദൈവം ഇസാക്കിന്റെ ദൈവമാണ് അങ്ങ് എന്നീ ജനം അറിയേണ്ടതിന്. ഈ നിമിഷം ഞാൻ അങ്ങ് അയച്ച ദാസനാണ്, നീ ജനം അറിയേണ്ടതിന്. അവിടുന്ന് അഗ്നി അയച്ച് വിശുദ്ധീകരിക്കണമേ, ഈ ബലിവസ്തു സ്വീകരിക്കണമേ എന്ന് ഏലിയ പ്രവാചകനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ മഹത്വം അഗ്നിയായി പെയ്തിറങ്ങുകയാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, രണ്ട് കരങ്ങളും ശിരസിലേക്ക് വെച്ച്
നിന്റെ ജീവിതത്തിന്റെ എല്ലാ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയുവാൻ സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങി വന്ന് വിശുദ്ധീകരിക്കുന്ന സമയമാണ്. ദൂരത്തിന്റെ മേൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന നിമിഷമാണ്. കരങ്ങളിൽ ജപമാലയുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ചോ. പരിശുദ്ധമ്മയോട് ചേർന്ന് സ്നേഹമ പ്രാർത്ഥിച്ചപ്പോൾ തീനാവ് രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നീയുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയിലേക്ക് അഗ്നിയായി പെയ്തിറങ്ങുന്നു. സ്വർഗത്തിന്റെ അഗ്നിയെ, ജീവാഗ്നിയെ ഈ നിമിഷം കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ നിറയട്ടെ, കത്തിപ്പടരട്ടെ. ഈശോയുടെ തിരുഹൃദയം നൽകുന്ന തിരുരക്തം, തിരുജനം ജീവന്റെ അരുവിയായി നമ്മളിലേക്ക് പെയ്തിറങ്ങുന്നു. പെരുമഴയായി, പേമാരിയായി പെയ്തിറങ്ങുന്നു. അഗ്നിയായി കത്തിപ്പടരുന്നു, അഗ്നിയായി ആഞ്ഞടിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. മുള്ളുകൾ, മുൾച്ചെടികൾ കത്തിച്ച് ചാമ്പലാക്കുന്നു. രോഗപീഠകൾ, ബന്ധനങ്ങൾ ഈ നിമിഷം കെട്ടഴിയുന്നു. ശക്തിയോടെ കരങ്ങളടിച്ച് പടാം. അഗ്നിയായ എന്നിൽ നിറയണേ, ശക്തിയായ എന്നിൽ പടരണേ. അഗ്നിയായ എന്നിൽ നിറയണേ, ശക്തിയായ എന്നിൽ പടരണേ. ശക്തിയെ അഗ്നിയായ എന്നിൽ നിറയണേ, ശക്തിയായ എന്നിൽ പടരണേ. ഓരോ മക്കളിലേക്കും അഗ്നിയായ എന്നിൽ നിറയണേ, സാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവമേ അഗ്നി ഇറക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ, മനസ്സിനെ, ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ അഗ്നിയാൽ. മനസ്സിന്റെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, വേദന, നിരാശ, കുറ്റബോധം യേശുനാമത്തിൽ അഗ്നിയാൽ വിശുദ്ധീകരിച്ച് പുതിയ ഹൃദയം, പുതിയ മനസ്സ്, പുതിയ ആത്മാവ് കത്തിപ്പടരുന്നു. തീ ജ്വാലയായി പടരുന്നു, പേമാരിയായി പെയ്തിറങ്ങുന്നു. ഏലിയായി കത്തിജ്വലിച്ച പരിശുദ്ധാത്മാവേ, സ്നേഹമായി കത്തിജ്വലിച്ച പരിശുദ്ധാത്മാവേ, പരിശുദ്ധമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ജലത്തിന് മേൽ ചലിച്ചിരുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു, വിശുദ്ധീകരിക്കുന്നു, സൗഖ്യപ്പെടുത്തുന്നു. കരങ്ങളടിച്ച് ശക്തിയോടെ പാടിക്കേ. ആത്മാവേ, ജീവിതത്തിന്റെ അരുവിയെ ഒഴുകട്ടെ, ഒഴുകട്ടെ, വിശുദ്ധീകരിക്കട്ടെ, പുതിയ കൃപ നൽകട്ടെ. ആത്മാവ് ഉണരട്ടെ, ഹൃദയം ചലിക്കട്ടെ, മാറാവ്യാധികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്വർഗത്തിന്റെ അഗ്നിയെ കത്തിപ്പടരട്ടെ. വചനം പെയ്തിറങ്ങട്ടെ, പാറയെ തകർക്കുന്ന കൂടമായ വചനാഗ്നിയെ പെയ്തിറങ്ങട്ടെ. ആ ഭാവികൾ മാനസാന്തരപ്പെടട്ടെ. മാരകമായ രോഗാവസ്ഥയിലുള്ള മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കുടുംബ തകർച്ചയിലൂടെ കടന്നു പോകുന്ന മക്കൾ സമാധാനത്തിലാവട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. വിവാഹ തടസ്സം, ജോലി തടസ്സം, വിസ തടസ്സം യേശുനാമത്തിൽ വിട്ടുപോട്ടെ. സൗഖ്യം, സൗഖ്യം നിറയട്ടെ. മനസ്സിന്റെ ഭാരം, മനസ്സിന്റെ ഭാരം എടുത്തു മാറ്റട്ടെ. പരക്കദോഷങ്ങൾ, ബലഹീനതകൾ, മാറാവ്യാധികൾ യേശുനാമത്തിൽ അഗ്നി ഇറങ്ങി വിശുദ്ധീകരിക്കട്ടെ. ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. മനസ്സിന്റെ അസ്വസ്ഥതകൾ വിട്ടുപോട്ടെ. പൈശാചി പീഡകൾ, രോഗപീഡകൾ, തലക്കദോഷങ്ങൾ യേശുനാമത്തിന്റെ അഗ്നിയാൽ വിശുദ്ധീകരിക്കട്ടെ. സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ദൈവദൂതന്മാർ ഇറങ്ങി വരട്ടെ. മിഖായേൽ മാലാഖ, റഫായേൽ മാലാഖ, ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വരട്ടെ. കാവൽദൂതന്മാർ ഇറങ്ങി വരട്ടെ. പാമ്പുകളുടെയും തേളുകളുടെയും ശക്തിയുടെ സകല ശക്തികളുടെയും ചവിട്ടുകൾക്ക് അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഈശോ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല 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 ഹല.
ഉഷാറാക്കി നമുക്കെല്ലാവർക്കും മുട്ടൂത്തി നിൽക്കാം. ഈശോയുടെ മഹത്വം പ്രകടമാക്കപ്പെട്ട കർത്താവിൻ്റെ അത്ഭുതകരമായ അടയാളങ്ങൾ ഇതാ ഈ നിമിഷം നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഈ നിമിഷം അനുഭവിക്കാൻ പോവുകയാണ്. കനാലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി ഈശോ ഇവിടെ വന്നിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഈ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ഈ നിമിഷം ഇതാ കർത്താവ് ഏറ്റെടുക്കുകയാണ്. വെള്ളത്തെ വീഞ്ഞാക്കി ഈശോ ഇതാ വീഞ്ഞിനെ രക്തമാക്കി മാറ്റുന്ന ഇയാൾ താരയിൽ ജീവന്റെ മഞ്ഞയായ ഈശോ ഓരോ മകനെയും ഈ നിമിഷം തൻ്റെ കരങ്ങളിൽ എടുക്കുകയാണ്, വാഴ്ത്തി വിഭജിക്കുകയാണ്. ഇതാ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ഈശോ നിന്നെ തൊടുകയാണ്. കണ്ണുകൾ അടക്കിയ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കീശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ നിനക്കറിയാലോ. മൺകൂടാരങ്ങളിലാണ് അവിടുന്ന് എല്ലാ കൃപാവരങ്ങളും നൽകിയിരിക്കുന്നത്. തമ്പുരാനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ തിന്മയാണ് ചെയ്തു പോകുന്നത്. ഇതാ പൗലോസിനെ പോലെ ഞാനും പ്രാർത്ഥിക്കാം, തമ്പുരാനെ എൻ്റെ ജീവിതത്തിൽ ഈ മുള്ള എടുത്തു മാറ്റണമേ, ഈ മുള്ള. പക്ഷെ ഈശോയ്ക്ക് നിനക്കോട് പറയാനുള്ള നിന്നോട് പറയാനുള്ള ഉത്തരം, മോനെ മോളെ, നിന്റെ ബലഹീനതയാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുക. നിനക്ക് എൻ്റെ കൃപ മാത്രം മതി. ആ ജപമാല നെഞ്ചോട് ചേർത്ത് പിടിച്ചേ. കർത്താവ് നിന്നെ വിശുദ്ധീകരിക്കുന്നു, പുതിയൊരു അനുഭവം നൽകി അനുഗ്രഹിക്കുന്നു, പുതിയൊരു ഹൃദയം നൽകി അനുഗ്രഹിക്കുന്നു. ഈശോ ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ നൽകുന്നു ഞാൻ. പാടാം. ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ നൽകുന്നു ഞാൻ. വലതുകരം ശിരസിലേക്ക് വെക്കാം. ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ സുഖമാക്കണേ. ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ സുഖമാക്കണേ. നിന്റെ ശിരസിലൊന്ന് കുരിശ് വരച്ച് ഈ അത്താരി നിന്നുകൊണ്ട് തന്നെ ഈശോ നിന്നെ ആസ്വദിക്കുന്ന സമയമാണ്. ഇതാ ഈ നിമിഷം നിന്റെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെ കർത്താവ് തൊടുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയാണ്. ഒപ്പം ദൂരത്തിൻ്റെ മേ അധികാരമുള്ള യേശു നിന്റെ പ്രിയപ്പെട്ടവരെ ഈ നിമിഷം ആസ്വദിക്കുന്ന സമയമാണ്, സൗഖ്യം നൽകുന്ന സമയമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, ഇതാ ഈ നിമിഷം ജീവന്റെ അപ്പമായി അൾത്താരിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോ, ഇന്നും ജീവിക്കുന്ന ഈശോ, ഉദ്ധിതനായ ഈശോ, ഇതാ അവൻ നിന്നെ കാണുന്നു, അവൻ നിന്നെ കേൾക്കുന്നു. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഇതാ നിന്റെ ഹൃദയവ്യഥ അറിയുന്ന തമ്പുരാൻ, നിന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്ന തമ്പുരാൻ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയിൽ കാണുന്ന തമ്പുരാൻ, കണ്ണും കാതും കൂർപ്പിച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും വേദനകളെല്ലാം കേട്ടുകൊണ്ട് നിനക്കായി ഉത്തരം നൽകും തമ്പുരാൻ. നീ എന്നെ വിളിക്ക, ഞാൻ നിനക്ക് മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. മകനെ മകളെ, നീ വിട്ടുകൊടുക്കുക. കർത്താവ് നിന്നെ തൊടുകയാണ്. ദൂരത്തിന്റെ മേ അധികാരം യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളെയും സമർപ്പിച്ചേ. ബന്ധനങ്ങൾ കെട്ടുകൾ ഈശോ അഴിക്കുന്നു. നിന്റെ കുടുംബത്തിലേക്ക് ഈശോ ഇറങ്ങി വരികയാണ്, നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. നീ കടന്നു പോകുന്ന ശാരീരികവും മാനസികവും ആത്മീയവും സാമ്പത്തികമായ സംഘർഷങ്ങളിലേക്ക് ഈശോ കടന്നു വരികയാണ്. ഏതെല്ലാം തടസ്സങ്ങളിലൂടെ നീ കടന്നു പോകുന്നു അവിടെയെല്ലാം ഈശോ ഇടപെടുന്ന സമയമാണ്. ഏതെല്ലാം വ്യക്തികളുമായി നീ ബന്ധപ്പെട്ടിരിക്കുന്നു ആ വ്യക്തികളെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് ഈശോയുടെ ഈ അൾത്താരിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നീ ഒന്ന് ചേർത്ത് വെച്ച് ഈശോ ഇടപെടുന്നു. പ്രിയപ്പെട്ട മകനെ മകളെ, ദൈവത്തിന്റെ മേൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. ഈശോ പരിശുദ്ധാത്മാവേ, അത്ഭുതമായ വിടുതൽ സംഭവിക്കട്ടെ. നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ഈശോയുടെ സക്രാരിക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടൊന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചേ. അവരുടെ പേര് പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. രോഗാവസ്ഥയിൽ വിവിധ ആശുപത്രി കഴിയുന്നവരുണ്ടാവും, മറാവ്യാധികൾ മുതൽ വിഷമിക്കുന്ന മക്കളുണ്ടാവും. അവരെല്ലാം കർത്താവ് തൊടുന്നു. ഈശോ
വിവാഹ തടസ്സം, ജോലി സ്ഥലത്തും പഠനവുമായി ബന്ധപ്പെട്ട മേഖല തടസ്സങ്ങൾ കർത്താവ് ഇടപെടുന്നു. കർത്താവ് വിശുദ്ധീകരിക്കുന്നു, സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു, ഇടപെടുന്നു. ദൂരത്തിലുമേ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈ നിമിഷത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. എണ്ണങ്ങളുടെ മേൽ അധികാരമുള്ള ഈശോ, ഇതെല്ലാം നിന്റെ ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്ത് 5 അപ്പം 5000 മാറ്റി ഈശോ ഇതാ നിന്നെ വിശുദ്ധീകരിക്കുന്നു. സമർപ്പിച്ചേ അവിടുത്തെ കരങ്ങൾ എടുത്ത് വാഴ്ത്തി വിഭജിക്കുന്നു ഈശോ, അനുഗ്രഹമാക്കി മാറ്റുന്നു ഈശോ. ദൂരത്തിന്റെ മേ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് ഈശോ അനുഗ്രഹിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, കൃപ കൊണ്ട് നിറയ്ക്കുന്നു. പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ, പുത്രനായ ദൈവത്തിന്റെ നാമത്തിൽ, ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഇതാ ഈ നിമിഷം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്താൽ ഇതാ ത്രിയേക ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. ഇതാ തലക്ക ദോഷങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, പൈശാചിക പീഡകളിൽ നിന്ന് വചനം പറയുന്നില്ലേ, ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവിടുത്തെ പരിശുദ്ധ ജ്വാലയും മാറും. ഒരു ചുറ്റു ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും തേപ്പിച്ചുകളും. ഇതാ ഇന്നോളം നീ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും കർത്താവിന്റെ സന്നിധിയിലേ വിട്ടുകൊടുക്കുക. അത്ഭുതമായ വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം സംഭവിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും മകളും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ശിരസ് നമിച്ചേ. കർത്താവ് നിന്നെ ആസ്വദിക്കാൻ ഒരുങ്ങുകയാണ്, നിന്നെ വിശുദ്ധീകരിക്കാൻ ഒരുങ്ങുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെ നീ വിട്ടുകൊടുക്കുക. പാപശാപ ബന്ധങ്ങളെല്ലാം കർത്താവ് നിന്നെ വിടുതൽ, നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്. എല്ലാം വിട്ടുകൊടുക്കുക. ഈശോ നിന്നെ ആസ്വദിക്കാൻ ഒരുങ്ങുന്ന ഈ നിമിഷം പ്രിയപ്പെട്ട മകനെ മകളെ, അനാദി പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ അവിടുത്തെ തിരുക്കുമാരൻ പൂങ്കാവനത്തിൽ അനുഭവിച്ച മഹാദുഃഖങ്ങൾ എത്രയും പാർത്ത് നമ്മുടെ പാപങ്ങളൊക്കെയും പുറത്ത് നമ്മുടെ ആത്മശരീരങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ ശിശുക്കളും പാപശാപ ബന്ധങ്ങളും നീക്കിക്കളയുന്ന സമയമാണ്. ഓ അനാദി പിതാവായ ദൈവമേ, അങ്ങ് തിരുക്കുമാരൻ കൽത്തൂണിൽ കെട്ടപ്പെട്ട് കയ്യേറ്റ 6000 അടികൾ എത്തിക്കാൻ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധങ്ങളും നീക്കിക്കളയണമേ. അനാദി പിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ 72 മുള്ളുകളാൽ ഉണ്ടാക്കപ്പെട്ട നിഷ്ഠൂരമായ മുൾമുടി വഴിയായി തിരുശിരസിൽ അനുഭവിച്ച സങ്കടങ്ങൾ തീർക്കാൻ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങൾ നീക്കിക്കളയണമേ. ദൂരത്തിൻ്റെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന നിമിഷം നിന്റെ ജീവിതത്തിലെ പാപശാപ ബന്ധനങ്ങൾ കർത്താവ് ഇതാ ബന്ധിച്ച് നിർവീര്യമാക്കുകയാണ്. ഈശോയുടെ തിരുക്കുരിശിനോടെല്ലാം ചേർത്ത് വെച്ചേ, അവിടെ തിരുമുറിവിനോട് ചേർത്തെല്ലാം ചേർത്ത് വെച്ചേ. അനാദി പിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഭാരമുള്ള കുരിശും അതുകൊണ്ട് പോകുമ്പോൾ അനുഭവിച്ച മർദ്ദന മുറികളെ തിക്കൻ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങൾ നീക്കിക്കളയണമേ. ഓ അനാദി പിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് 3 മണിക്കൂർ നേരം അനുഭവിച്ച ദുഃഖ സങ്കടങ്ങൾ തിക്കൻ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങൾ നീക്കിക്കളയണമേ. 2 കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ചേ, ഈശോയുടെ കുരിശിനോട് നിന്നെ തന്നെ ചേർത്ത് വെച്ച്, നിന്റെ പ്രിയപ്പെട്ടവരെന്ന് ചേർത്ത് വെച്ച്, നിന്റെ വേദനകളും ദുഃഖങ്ങളും നിരാശകളും എല്ലാം ചേർത്ത് വെച്ച് ഈശോ നിന്നെ ഏറ്റെടുക്കുന്ന സമയമാണ്. അനാദി പിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ കുരിശിൽ തറക്കപ്പെട്ടിരിക്കുകയിൽ അനുഭവിച്ച കഠോര വേദനകളെ നിരൂപിക്കാൻ തന്നെ പാടുപെടുത്തുന്നവരുടെ പാപങ്ങളെ പൊറുപ്പാനായി അങ്ങോട്ട് പ്രാർത്ഥിച്ചുവല്ലോ. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളും നീക്കിക്കളയണമേ ഈശോയെ. അനാദി പിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ കുരിശിൽ തറക്കപ്പെട്ടിരിക്കുകയിൽ തൻ്റെ ശിഷ്യനായ യോഹന്നാനെ തൻ്റെ മാതാവിന് മകനായിട്ട് കയ്യേൽപ്പിച്ചിരിക്കുന്ന തെക്കൻ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനം നീക്കിക്കളയണമേ. ജപമാല നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇതാ നിന്നെ തന്നെ തിരുക്കൊടുപ്പെന്ന് നീ പ്രതിഷ്ഠിക്കുക. പരിശുദ്ധ അമ്മയുടെ നിർമ്മല ഹൃദയം വഴി ഈശ്വര ആരാധ്യമായ ഹൃദയത്തിലേക്ക് നീ ചേർത്ത് വെക്കുമ്പോൾ യൗസേ പിതാവിന്റെ നിർമ്മല ഹൃദയം വഴിയായി നിന്നെ തന്നെ നീ വിട്ടുകൊടുക്കുക, സമർപ്പിക്കുക. യേശുവിനമ്മ, എൻ സ്വന്തമമ്മ,
ഈശോ എനിക്കായി നൽകിയോരമ്മ. ഞാൻ നിന്റെ സ്വന്തം, നീ എൻ്റെ സ്വന്തം, എന്നെന്നും ഞാനെൻ അമ്മതൻ സ്വന്തം. ഞാൻ നിന്റെ സ്വന്തം, നീ എൻ്റെ സ്വന്തം, എന്നെന്നും ഞാനെൻ അമ്മതൻ സ്വന്തം. അമ്മേ അമ്മേ എൻ യേശുവിനമ്മേ, അമ്മേ അമ്മേ എൻ്റെ മാതാവേ. പാടാം. അമ്മേ അമ്മേ എൻ യേശുവിനമ്മേ, അമ്മേ അമ്മേ എൻ്റെ മാതാവേ. ജപമാല നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണേന്നും ഈശോയോട്. പാടാം. പ്രാർത്ഥിക്കണേന്നും ഈശോയോട്, യാചിക്കണേന്നും ഈശോയോട്, യാചിക്കണേന്നും ഈശോയോട്. ഇതാ അമ്മ ശക്തമായിട്ട് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ്. നിനക്ക് വേണ്ടി തൻ്റെ തിരുക്കുമാരൻ്റെ മധ്യസ്ഥതയിൽ ഇതാ ഈ ബലിവേദിയിൽ നിനക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. ഓ ഈശോയുടെ ആരാധ്യമായ തിരുഹൃദയമേ, ഓ ഈശോയുടെ ആരാധ്യമായ തിരുഹൃദയമേ, അവിടുത്തെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി അവിടുത്തെ വളർത്തു പിതാവായ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ നിർമ്മല ഹൃദയം വഴിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും സമ്പൂർണമായി ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മകനെ മകളെ, ഒരിക്കൽ കൂടി ശിരസ് നമിച്ചേ. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ്റെ ആത്മാവ് ശരീരം വിരിയുന്ന നേരത്ത് സർവാംഗങ്ങളിലും അദ്ദേഹം അനുഭവിച്ച നിരൂപണയിലടങ്ങാത്ത ദുഃഖസങ്കടങ്ങൾ തൃക്കൻ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിശുക്കളും പാപശാബന്ധനങ്ങൾ നീക്കിക്കളയണമേ. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ മരിച്ചതിന് ശേഷം തൻ്റെ തിരുഹൃദയത്തിൽ ശേഷിച്ചിരുന്ന രക്തത്തുള്ളികളെയും ഞങ്ങളെ പ്രതി ചിന്തി തൻ്റെ അളവില്ലാത്ത സ്നേഹത്തെയും കാണിപ്പാൻ ഒരു കുന്തം കൊണ്ട് തൻ്റെ ഹൃദയം കുത്തപ്പെടുവാൻ തിരുമനസ്സായല്ലോ. അവിടുന്ന് അനുഭവിച്ച ഈ നിഷ്ഠൂരമായ മുറിവിനെ തെക്കൻ പാർത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ദുരാഗ്രഹങ്ങളൊക്കെയും നീക്കി പുണ്യാഗ്രഹങ്ങൾ അവയിൽ ഉണ്ടാകുവാൻ ഇടവരുത്തി ഇതുവരെയും ചെയ്ത സകല പാപങ്ങളെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിശുക്കളും പാപശാപ ബന്ധനങ്ങളും നീക്കിക്കളയണമേ. ഇതാ ചാവറ പിതാവ് പറഞ്ഞില്ലേ, മകനെ മകളെ, ഈശോയുടെ ആരാധ്യമായ തിരുഹൃദയത്തിലേക്ക് നിന്നെ തന്നെ സമ്പൂർണ്ണമായി പ്രതിഷ്ഠിക്കുക. അവിടുന്ന് ഒഴുകുന്ന തിരുരക്തം കൊണ്ട് തിരുജലം കൊണ്ട് നിന്നെ തന്നെ നീ വിശുദ്ധീകരിക്കുക. ആ ഈശോയെ സ്നേഹിക്കുന്ന ആ ഈശോയുടെ നാമം ഈശോയെ നോക്കി ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ, എന്റെ ഈശോയെ. ഈശോ ഇടപെടുന്നു, വിശുദ്ധീകരിക്കുന്നു. സൗഖ്യം സൗഖ്യം സൗഖ്യം. ഉറക്കെ വിളിച്ച് ഈശോയെ, ഇതാ നമ്മളെല്ലാവരെയും ഈശോ ആശീർവദിക്കുകയാണ്. ഈ ദിവികാരനാഥൻ ഓരോ മകനെയും മകളെയും തൊടുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട്. മാറാവ്യാധികൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. ദൂരത്തിനുമേ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും കർത്താവ് ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ ഒരുങ്ങുകയാണ്. കർത്താവേ, ഞാൻ സമർപ്പിക്കുന്നു, എല്ലാത്തിനെ മുഴുവനായി സമർപ്പിക്കുന്നു. എന്നെ നീ ഒരു പ്രതിസൃഷ്ടിയാക്കി മാറ്റണമേ. നിന്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ കർത്താവേ എനിക്കൊരു പുതിയ ഹൃദയം നൽകണമേ. ഇതാ ഈശോ നിന്നെ ആസ്വദിക്കുന്ന മുമ്പ് പറയുകയാണ്, മകനെ മകളെ, കരച്ചിൽ നിർത്ത്, കണ്ണീർ തുടയ്ക്ക്. നിന്റെ യാതനകൾക്ക് അവിടുന്ന് ഇതാ ഈ നിമിഷം പ്രതിഫലം നൽകും. നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. മകനെ മകളെ, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും ഭർത്തിനു നീ മോചനമേകി. ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരി, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല
വത്സലസുതരേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. മധുരം തുറന്ന് യേശുവെ നോക്കി യേശുവേ എന്ന് വിളിച്ച് ഹൃദയം നുറങ്ങിയവനെ വിളിക്കുക. യേശു നിന്നെ ആശീർവദിക്കുന്ന സമയവും നിന്നെ അനുഗ്രഹിക്കുന്ന സമയവും നിന്നെ വിശുദ്ധീകരിക്കുന്ന സമയം, നിന്നെ ശക്തിപ്പെടുത്തുന്ന സമയം, അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്ന സമയം. യേശുവേ യേശുവേ ആരാധന. ഹല്ലേലൂയ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂടെ ഇടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം തന്ന വാഗ്ദത്തവും എന്നിലുള്ള വിശ്വാസവും ദൈവം തന്ന വാഗ്ദത്തവും എന്നിലുള്ള വിശ്വാസവും അതിൽ പരിശുദ്ധ